പശ്ചിമേഷ്യയിലെ ആദ്യത്തെ പരമ്പരാഗത ഹിന്ദു ക്ഷേത്രമെന്ന് വിശേഷിപ്പിക്കുന്ന അബുദാബിയിലെ ക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും 7ഓളം പ്രതിഷ്ഠകളാണുള്ളത്. അതിൽ ഒന്ന് അയ്യപ്പൻ്റേതാണ്. ഈ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയും മറ്റ് അനുബന്ധ സംവിധാനങ്ങളും നിർമ്മിച്ചു കൊണ്ടുപോയത് കേരളത്തിൽ നിന്നാണ്. അതിന് നേതൃത്വം നൽകിയത് പത്തനംതിട്ട സ്വദേശിയായ അനു അനന്തനാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും നമ്മളോടൊപ്പം ചേരുകയാണ്. വളരെ ഒരു സന്തോഷത്തിൻ്റെ ദിനമാണല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഉള്ളൊരു ദിവസമാണ് ഇത്. BAPS സംഘടനയാണ് അബുദാബിയിൽ ഈ ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ മലയാളികളായ ഇന്ത്യക്കാരെവിടെ പോലെ ഒരു അയ്യപ്പൻ അവരുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ഇവരുമായിട്ട് BAPS-ആയിട്ട് സംസാരിച്ച് അവർ അയ്യപ്പ ക്ഷേത്രം കൂടെ അവിടെ ചെയ്യാൻ തീരുമാനിക്കുകയും അത് ഓട്ടോമാറ്റിക്കലി ശബരിമല തന്ത്രിയോട് ഇപ്പം മഹേഷ് തിരുമേനിയാണ്, കണ്ഠരർ മഹേഷാണ്, മഹേഷ് തിരുമേനിയുമായിട്ട് ഇവർ സംസാരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ് നല്ലൊരു വിഗ്രഹം അത് പരിമല അനന്തനാചാര്യയുടെ നേതൃത്വത്തിൽ തന്നെ ചെയ്യിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തോടാണ് നമ്മുടെ അടുത്തേക്ക് ഇത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്, ശബരിമല ഭഗവാന്റെ ശ്രീ അയ്യപ്പൻ്റെ ധർമ്മശാസ്താവിൻ്റെ രൂപത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പീഠത്തോടു കൂടിയ ഏറ്റവും വലിയ വിഗ്രഹം അത് ആണെന്നുള്ളതാണ്. ശബരിമല അയ്യപ്പൻ്റെ ഭാവം എന്താണോ അത് തന്നെ. എന്നാൽ ശാന്തനാണ്, ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ഇരിക്കുന്നത്. ശബരിമല അയ്യപ്പനെയും ബിംബത്തിന് അനുബന്ധമായിട്ടുള്ള 18-ാം പടി, പ്രഭാമണ്ഡലം, അലങ്കാര വിളക്കുകൾ എല്ലാം നമ്മൾ ഇതിനോടൊപ്പം ചെയ്തു പോയിട്ടുള്ളതാണ്. അപ്പം അയ്യപ്പ ഭക്തരായിട്ടുള്ളൊരു ഭക്തൻ അവിടെ ചെല്ലുമ്പോൾ ഭഗവാന്റെ രൂപം കാണുമ്പോൾ 100% തൃപ്തിയാകും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. 18-ാം പടി നടന്ന് നമുക്ക് ചവിട്ടാൻ പറ്റില്ല. അല്ലേ, 18-ാം പടിക്ക് ആകെ ചെറിയ രൂപമാണ്, 3 അടി പൊക്കം. മൊത്തം കൂടെ വരുമ്പോൾ ആനയും, അത് ശബരിമല പോലെ തന്നെ ആനയും കടുവയും എല്ലാം വന്നിട്ട് പൂകളും എല്ലാമായിട്ടാണ് ആ 18-ാം പടിയുടെ പൊക്കം. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു ചെറിയ ശബരിമലയിലെ അളവൊക്കെ മെയിൻറ്റെയിൻ ചെയ്താണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയും വലിയൊരു ബിംബം എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു ഉള്ളാലൊരു ഭയമുണ്ട്. പ്രത്യേകിച്ച് ശബരിമല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും സൂക്ഷിച്ച് വേണം അവിടുത്തെ ഓരോ കാര്യങ്ങൾ. നമ്മൾ ഓരോ പണി ചെയ്യുമ്പോഴും നമ്മൾ ഭഗവാനെ അർപ്പിച്ചാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഈ പറഞ്ഞതുപോലെ നമ്മൾ എന്തോ ഭഗവാന്റെ കൃപ, പനയന്നാറുകോലമ്മയുടെ അനുഗ്രഹം ഭംഗിയായി. ക്ഷണമുണ്ടായിരുന്നല്ലോ? ചെല്ലാനുള്ള ക്ഷണമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സെയിം സമയത്ത് തന്നെ 21-ാം തീയതി നമുക്ക് 5 മണി ഇവിടുത്തെ പ്രതിഷ്ഠ അഴീക്കൽ അമ്പലത്തിലെ 2 സ്വർണ്ണ കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠയാണ്. അപ്പോൾ നമ്മളാരും ഇവിടുന്ന് മാറി നിന്നാൽ പറ്റുന്നൊരു സാഹചര്യം അല്ല. അപ്പോൾ അതുകൊണ്ട് പോകണ്ടെന്നുള്ളൊരു തീരുമാനമാണ്. ഉദ്ഘാടന ശേഷം ക്ഷേത്രം പോകുമ്പോൾ ദർശനത്തിന് പോകുമല്ലേ? ഉറപ്പായിട്ടും ഈ തിരക്കൊന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകും. അത് നമ്മൾ പോകാൻ പറ്റുന്ന ഞങ്ങളെല്ലാം ഒന്ന് എന്തായാലും പോകും. കാരണം നമ്മൾ ചെയ്തൊരു വിഗ്രഹമല്ലേ, അപ്പോൾ അത് കാണാനായിട്ട്. അതിൻ്റെ ഒരു നിറവെന്ന് പറയുന്നത് നമ്മൾ ചെയ്തൊരു വിഗ്രഹം മറ്റുള്ളവർ അതെങ്ങനെ അവരെന്ത് സന്തോഷം അനുഭവിക്കുന്നുള്ളതല്ലേ, അതല്ലേ നമ്മുടെ ഒരു സംതൃപ്തി. അവർ നിർമ്മിച്ച ആ അയ്യപ്പനും അയ്യപ്പ വിശ്വാസികളിനി അടുത്ത ദിവസം മുതൽ കാണാനും ദർശിക്കാനും ഒക്കെ വരും. എന്തായാലും അത് വലിയൊരു സംതൃപ്തിയാണ് അവർക്ക് നൽകുന്നത്. അയ്യപ്പനെ തന്നെ, അതായത് ശബരിമല അയ്യപ്പനെ തന്നെ അവിടെ ദർശിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത.